സ്പാ മസാജിംഗ് സെന്ററുകൾ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധ കേന്ദ്രങ്ങളായി മാറുകയാണ്. അനാശാസ്യവും സാമ്പത്തിക ഇടപാടുകളും ഗുണ്ട ആക്രമണവുമൊക്കെയായി പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സ്പാകളുടെ മറവിൽ നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ സ്പാ സെന്ററുകൾ തമ്മിലുള്ള കുടിപ്പക കൊട്ടേഷൻ ബലാത്സംഗത്തിലാണ് കലാശിച്ചതെങ്കിൽ തൃശ്ശൂരിൽ വീട് കയറിയുള്ള ആക്രമണവും കൊള്ളയും അരങ്ങേറിയ കാഴ്ച. തൃശ്ശൂരിൽ സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. മുൻ ജീവനക്കാരിയുടെ സ്വകാര്യ വീഡിയോകൾ സ്പാ നടത്തിപ്പുകാരി രഹസ്യമായി പകർത്തിയതിൻ്റെ വിരോധത്തിലായിരുന്നു ഗുണ്ടാക്രമണം. കേസിൽ 5 യുവതികൾ ഉൾപ്പെടെ കോയമ്പത്തൂർ, മംഗലാപുരം സ്വദേശികളായ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയെ വീട് കയറി ആക്രമിച്ച് ഫോണുകളും പണവും സ്വർണവും അപഹരിച്ച കേസിലാണ് 8 പേർ പിടിയിലായത്. മുൻ ജീവനക്കാരെ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ഇന്നലെ രാത്രി 12:30യോടെയാണ് കർണാടക രജിസ്ട്രേഷനിലെ കാറിലെത്തിയ 3 യുവതികളും 2 ട്രാൻസ്ജെൻഡേഴ്സും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘം സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിലെത്തിയത്. ബംഗളൂരു, കോയമ്പത്തൂർ സ്വദേശികളായിരുന്നു സംഘാംഗങ്ങൾ. സംഘത്തിലൊരാൾ 1 മാസം മുമ്പ് സ്പായിൽ ജോലി ചെയ്തിരുന്നു. ജോലിയിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ് തന്റെ സ്വകാര്യ വീഡിയോകൾ സ്പാ നടത്തിപ്പുകാരുടെ കയ്യിലുണ്ടെന്ന് കർണാടക സ്വദേശിയായ യുവതി മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സംഘത്തെ കൂട്ടി തൃശ്ശൂരെത്തിയത്. കർണാടക രജിസ്ട്രേഷനുള്ള കാറിലും ബൈക്കിലുമായിട്ടാണ് സംഘം എത്തിയത്. സ്പാ നടത്തിപ്പുകാരുടെ വീടിന് സമീപം കാത്തുകിടന്ന സംഘം രാത്രി 12:30യോടെ വീട്ടിൽ കയറി. Based on this information we acted, and within 1 hour of this incident our team led by ACP Shashidharan, Inspector Benilal, they have apprehended all 8 accused, and now we have custody of all 8 people. Among these 8 people, 3 are male, 5 are female accused are in our custody. Accused പറയുന്നുണ്ട് അവരുടെ കയ്യിൽ, ഈ വിക്ടിം പറഞ്ഞ ലേഡിയുടെ കയ്യിൽ ഇവരുടെ കുറെ പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു. ആ വീഡിയോ എടുക്കാൻ വേണ്ടി, ആ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി, അതിൻ്റെ കൂടെ തന്നെ അവരുടെ പൈസയുടെ കുറച്ച് ഏർപ്പാടായിരുന്നു. ആ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ ഇവിടെ വന്നായിരുന്നു. ആ വന്ന സമയത്ത് 2 പേരുടെ തമ്മിൽ, 2 ടീമിന്റെ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ അവരോട് അടിച്ചിട്ട് മൊബൈൽ ഫോൺ അവർ എടുത്തു കൊണ്ടുപോയി. സ്പാ നടത്തിപ്പുകാരിയും മറ്റ് 3 യുവതികളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരെ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കൈക്കലാക്കി. 1 പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണം കവർന്നു. ഗൂഗിൾ പേ വഴി 20,000 രൂപയും അയപ്പിച്ചു. സംഘം മടങ്ങിയതിനു പിന്നാലെ സ്പാ നടത്തിപ്പുകാരി പോലീസിനെ വിവരം അറിയിച്ചു. ഇവർ നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ദേശീയപാതയിൽ പട്ടിക്കാടിന് സമീപത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടുന്നത്. അതേസമയം സ്പാ നടത്തിപ്പിന്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.